ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് ലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് വെള്ളത്തിൻ്റെ അകത്ത് വരുന്ന ലൈറ്റുകൾ നമ്മൾ പൂളിൻ്റെ അകത്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഓൾറെഡി ജസ്റ്റ് ഒരു വീടിൻ്റെ അകത്ത് വരുന്ന പൂൾ സിസ്റ്റമാണ്, ചെറിയ ഒരു കോർട്ട്യാർഡ് സിസ്റ്റമാണ്. ഈ കോർട്ട്യാർഡിൻ്റെ അകത്ത് വരുന്ന വെള്ളം നിറച്ച് അതിൻ്റെ അകത്ത് മീൻ വളർത്തുന്നതിനും കാര്യങ്ങളും അതുപോലെ തന്നെ മനോഹരമായിട്ട് ചെയ്യുന്നതിനും രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ലൈറ്റ്സ് വരുന്നത് നമുക്ക് ഒരിക്കലും വാട്ടർ പ്രൂഫ് ലൈറ്റ്സുകൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് ഏറ്റവും നല്ലത് AC ലൈറ്റ്സ്, അതായത് 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റുകളേക്കാൾ ബെറ്റർ 12 വോൾട്ട് ലൈറ്റ്സുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അഡാപ്റ്റർ വെച്ചതിന് ശേഷം പുറത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കണ്ട സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 6 സൈഡിൽ നിന്ന് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റുകൾക്കെല്ലാം തന്നെ സെപ്പറേറ്റ് ലൈൻ വലിച്ചു കൊണ്ടുപോയിട്ട് ന്യൂട്രലുകളെല്ലാം സെപ്പറേറ്റ് വലിച്ചുകൊണ്ടുപോയി പുറത്താണ് കൊടുത്തിരിക്കുന്നത്. പുറത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. അതിൻ്റെ അഡാപ്റ്റർ കൊടുത്തിരിക്കുന്ന സിസ്റ്റവും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പുറത്ത് ഈ പൂളിന് പുറത്തേക്ക് ഇതിൻ്റെ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് നേരെ കണ്ടോ, ആ ലൈറ്റ് കണ്ടോ, ആ ലൈറ്റ് വരുന്നത്, അതായത് 6 ലൈറ്റുകൾ വരുന്നത്, അതിൻ്റെ സെപ്പറേറ്റ് ലൈറ്റ്സുകൾ പുറത്ത് അതിലൂടെ ഒരു പൈപ്പ് ഇട്ടതിന് ശേഷം പുറത്ത് സെപ്പറേറ്റ് വയർ വലിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ എല്ലാത്തിനും കൂടിയിട്ട്, ആ ലൈറ്റുകളെല്ലാം കൂടിയിട്ട് ഒരൊറ്റ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഈ അഡാപ്റ്റർ ട്രാൻസ്ഫോമറായിട്ട് നിങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ SMPS ആയിട്ട് കൊടുക്കാം. 12 വോൾട്ട് 30 വാട്ട്സിൻ്റെ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 30 വാട്ട്സ് വരെ നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം എടുക്കാൻ സാധിക്കും. AC കൊടുക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. AC 220 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഔട്ട് വരുന്നത്, ഔട്ട് 12 വോൾട്ട് ഉണ്ടോ, 12 വോൾട്ട് 12 വോൾട്ടാണ് ഔട്ട് വരുന്നത്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ഔട്ട് വരുന്ന ലൈറ്റുകൾ വേണം നമ്മൾ പൂളിൽ സെലക്ട് ചെയ്യാനായിട്ട്. കാരണം അതിനുശേഷം കണ്ടോ, അതിൽ പുറത്ത് വന്നിരിക്കുന്ന വയറാണ്. ആ വയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ഫേസ് പ്ലസ്സും മൈനസും മാറാത്ത രീതിയിലാണ്. AC ലൈറ്റ്, DC ലൈറ്റ്സുകൾക്ക് പ്ലസ്സും മൈനസും ഉണ്ട്. LED സ്ട്രിപ്പുകളൊക്കെ പോലെ തന്നെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. പക്ഷേ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ AC, അതായത് 220 വോൾട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്കുള്ള ലൈറ്റുകൾ കൊടുക്കുന്നതെങ്കിൽ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, അപകടം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ലീക്കോ കാര്യങ്ങളോ ലൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ലീക്ക് ഉണ്ടായി, അതുപോലെ തന്നെ എർത്ത് ഉണ്ടാവാനും ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ LCB ട്രിപ്പ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. പെട്ടെന്ന് ട്രിപ്പ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ DC കൊടുക്കുകയാണെങ്കിൽ, DC കൊടുക്കുന്ന സമയത്ത് ട്രിപ്പിംഗ് ചാൻസസ് കുറയും. അതുപോലെ തന്നെ ഷോർട്ട് കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ ആ ട്രാൻസ്ഫോമറിൻ്റെ സെക്ഷനിൽ ഒരു ഫ്യൂസ്, ചെറിയൊരു ഫ്യൂസ്, DCയുടെ ഒരു 2 ആമ്പിയറിൻ്റെ 3 ആമ്പിയറിൻ്റെ ഫ്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂസ് കംപ്ലൈൻ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ട്രിപ്പിംഗ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സേഫ്റ്റിക്ക് യാതൊരു പ്രശ്നമില്ല. നമുക്ക് ജസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്ന സമയത്തിൽ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ ടച്ച് ചെയ്താൽ ഷോക്കോ കാര്യങ്ങളൊന്നും അടിക്കില്ല. 12 വോൾട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻസ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളും പക്കയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് വാട്ടർ പ്രൂഫ് ലൈറ്റ്സുകളാണ് വന്നിരിക്കുന്നത്. വാട്ടർ പ്രൂഫ് ലൈറ്റ്സുകൾ, പിന്നെ ഇത് ഡ്രില്ല് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം നിറയ്ക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരിക്കലും ഡ്രില്ല് ചെയ്തരുത്. എന്തെങ്കിലും എറാൾഡേറ്റോ കാര്യങ്ങളൊക്കെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ. കാരണം നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഫിഷറിലൂടെ വീണ്ടും വെള്ളം ലീക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.